എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഇന്ന് അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിലെ അയോധ്യാകാന്ഡത്തിലെ നവമ സർഗമാണ് പാരായണം ചെയ്യുന്നത്. രാമ ഭരത സംഗമവും ഭരതന്റെ മടക്കയാത്രയുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശം നക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വയസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. ശ്രീ മഹാദേവ ഉവാച അദഗത്വാശ്രമപദസമീപം ഭരതോ മുദാ സീതാരാമപദൈർയുക്തം പവിത്രം ആദിശോഭനം. മഹാദേവൻ മഹാദേവിയോട് പറയുന്ന രൂപത്തിലാണ് അധ്യാത്മരാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത്. മഹാദേവൻ പറഞ്ഞു, ഭരതൻ സീതാരാമന്മാരുടെ കാലടി പതിഞ്ഞ പാവനമായ ആശ്രമസ്ഥലത്തിന്റെ അടുത്തേക്ക് സന്തോഷത്തോടുകൂടി ചെന്നു. തതത്ര വജ്രാങ്കുശവാരിജഞ്ചിത ധ്വജാദിചിഹ്നാനി പദാനി സർവദ ദദർശ രാമസ്യ ഭുവോ അതിമംഗല ന്യചേഷ്ടയത് പാദരജസ്സു സാനുജഃ. ശ്രീരാമദേവന്റെ അതിദിവ്യമായ കാലടിപ്പാടുകൾ ഭരതൻ കണ്ടു. അത് തൊഴുതു നിന്നു. വജ്രം, അങ്കുശം, താമര, ധ്വജം മുതലായവ അടയാളപ്പെടുത്തിയിട്ടുള്ളതായ രാമപാദങ്ങൾ ഭക്തിയോടുകൂടി ഭരതൻ നോക്കി തൊഴുകയും അതിൽ വീണുരുളുകയും ചെയ്തു. അഹോസുതന്നോഹം അമുനിരാമ പാദാരവിന്ദാങ്കിത ഭൂതലാനി പശ്യാമി യത് പാദരജോ വിമൃഗ്യം ബ്രഹ്മാദിദേവൈ ശ്രുതിവിശ്ച നിത്യം. ബ്രഹ്മാദി ദേവന്മാരാലും വേദങ്ങളാലും തിരയപ്പെടുന്നതായ ആ ദിവ്യമായ പാദങ്ങൾ പതിഞ്ഞ ഭൂതലത്തിലെ പാദധൂളികൾ പുരണ്ടതോടുകൂടി താൻ ധന്യനായി എന്ന് ഭരതൻ പറഞ്ഞു. ഇത്യത്ഭുത പ്രേമരസാപ്ലുതാശയോ വിഗാഢചേതാ രഘുനാഥ ഭാവനേ ആനന്ദജാശ്രു സ്നവിതസ്തനാന്തര ശനൈരവാപാശ്രമസന്നിധിം ഹരേ. ഇങ്ങനെ അത്ഭുതകരമായ പ്രേമരസത്തിൽ മനസ്സ് മുഴുവൻ മുഴുകിയവനും രഘുനാഥ ഭക്തിയിൽ ഗാഠം പതിഞ്ഞ ചേതസ്സുള്ളവനുമായ ഭരതൻ രാമാശ്രമസന്നിധിയിലേക്ക് പതുക്കെ കടന്നു ചെന്നു. സതത്ര ദൃഷ്ട്വാ രഘുനാഥമാസ്ഥിതം ദുർവാദളശ്യാമളമായ ദക്ഷണം ജടാകിരീടം നവവൽക്കലാംബരം പ്രസന്നവക്ത്രം തരുണാരുണദ്യുതിം വിലോകയന്തം ജനകാത്മജാം ശുഭാം സൗമിത്രിണാ സേവിതപാദപങ്കജം തദാഭിദുദ്രാവരഘൂത്തമം ശുചാ ഹർഷാശ്ച തത്പാദയുഗം ത്വരാഗ്രഹീത്. അതീവ സുന്ദരനായ ജടാമുകുടം ധരിച്ചവനായ പ്രസന്നമുഖമുള്ളവനായ ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ടവനുമായ രഘുനാഥനെ
കണ്ട് ഭരതൻ അങ്ങോട്ട് ഓടിച്ചെന്നു. സന്തോഷത്തോടും ഹർഷത്തോടും അദ്ദേഹത്തിൻ്റെ കാലിണയിൽ പ്രണമിച്ചു. രാമസ്തമാകൃഷ്യ സുദീർഘബാഹുർ ദോർഭ്യാം പരിഷ്വജ്യ സിഷിഞ്ച നേത്രജൈഃ ജലൈരഥാങ്കോപരി സന്നിവേശയത് പുനഃ പുനഃ സംപരിഷസ്വജേ വിഭൂ. ഭരതനെ രാമദേവൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. അദത്താമാദര സർവാഃ സമാജഗ്മുസ്ത്വരാണ്ണിതാഃ രാഘവം ദ്രഷ്ടുകാമാസ്താത് തൃഷാർത്താ ഗൗര്യധാജലം. ഉടൻ തന്നെ ദാഹത്താൽ വലഞ്ഞ പശുക്കൾ ജലം കാണുമ്പോൾ ഓടിച്ചെല്ലുന്നത് പോലെ ആ അമ്മമാരെല്ലാം രാഘവനെ കാണാൻ ധൃതിയിൽ മുന്നോട്ട് വന്നു. രാമ സ്വമാതരം വീക്ഷ്യ ദ്രുതമുത്ഥായ പാദയോഃ ഭവന്തേ സാസുസാപുത്രം ആലിംഗ്യ അതീവ ദുഃഖിതാഃ. രാമൻ സ്വമാതാവിനെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ആ കാലുകളിൽ വണങ്ങി. അമ്മ കണ്ണീരോടെ മകനെ പുണർന്ന് അതീവ ദുഃഖിതയായി. ഇതരാശ്ച തഥാ നത്വാ ജനനീ രഘുനന്ദനഃ തതഃ സമാഗതം ദൃഷ്ട്വാ വസിഷ്ഠം മുനിപുംഗവം സാഷ്ടാംഗം പ്രണിവത്യാഹ ധന്യോസ്മീതി പുനഃ പുനഃ യഥാർഹമുപവേശ്യാഹ സർവാൻ ഏവ രഘൂദ്വഃ. മറ്റ് അമ്മമാരെയും രഘുനന്ദനൻ അതുപോലെ വണങ്ങി. മുനിശ്രേഷ്ഠനായ വസിഷ്ഠൻ വരുന്നത് കണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. താൻ ധന്യനായിരിക്കുന്നു എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു. പിതാമേ കുശലീ കിം വാ മാം കിം ആഹാദി ദുഃഖിതഃ വസിഷ്ഠസ്തവമുവാചേദം പിതാ തേ രഘുനന്ദന ത്വദ്വിയോഗാഭിതപ്താത്മാ ത്വാമേവ പരിചിന്തയൻ രാമാ രാമായിതി സീതേതി ലക്ഷ്മണേതി മമാരഹ. അച്ഛന് സുഖം തന്നെയല്ലേ? അതിദുഃഖിതനായ അദ്ദേഹം എന്നോട് പറയാൻ എന്താ പറഞ്ഞയച്ചത്? ഇങ്ങനെ ശ്രീരാമൻ വസിഷ്ഠനോട് ചോദിച്ചു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, രഘുനന്ദന, നിന്റെ അച്ഛൻ നിന്റെ വേർപാടിൽ ഉള്ളു നീറി നിന്നെ തന്നെ നനച്ച് രാമ രാമ സീതേ ലക്ഷ്മണ എന്നൊക്കെ വിലപിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞു. വളരെ കഷ്ടം തന്നെ. ശ്രുത്വാ തത്കർണശൂലാഭം ഗുരോർവചനമഞ്ജസാ ഹാ ഹതോസ്മീതി പതിതോരുദൻ രാമ സലക്ഷ്മണഃ തതോ അനുരുദ്ധ സർവാമാദരശ്ച തഥാ പരേ ഹാ താതാ മാം പരിത്യജ്യ ക്വ ഗതോസി കൃണാകര അനാഥോസ്മി മഹാഭാഗോ മാം കോ വാലാളയേദിത സീതാജ ലക്ഷ്മണശ്ചൈവ വിലേപതുർ അതോ വൃഷം. കാതിന് ശൂലം പോലെ തോന്നിച്ച ആ ഗുരുവചനം കേട്ട ഉടൻ തന്നെ ലക്ഷ്മണ സമേതനായ രാമൻ അയ്യോ ഞാൻ ഹതനായി എന്ന് നിലവിളിച്ചുകൊണ്ട് വീണുപോയി. അന്നേരം എല്ലാ അമ്മമാരും കൂട്ടമായി നിലവിളിച്ചു. കൃപാലുവായ പിതാവേ, എന്നെ വിട്ടങ്ങ് എവിടെയാ പോയത്? മഹാഭാഗോ, ഞാൻ അനാഥനായി, ഇനി എന്നെ ആരാണ് ഓമനിക്കുക എന്ന് പറഞ്ഞ് രാമൻ നിലവിളിക്കുമ്പോൾ സീതയും ലക്ഷ്മണനും അതിലും ഉറക്കെ വാവിട്ടു കരഞ്ഞു. വസിഷ്ഠ ശാന്തവചനൈഃ ശമയാമാസ താം ശുചം തതോ മന്ദാകിനീം ഗത്വാ സ്നാത്വാ തേ പീതകൽമഷാഃ രാജ്ഞേ ദദുർജലം തത്ര സർവേ തേ ജലകാംക്ഷിണേ പിണ്ഡാൻ നിർവാപയാമാസ രാമോ ലക്ഷ്മണ സംയുത. ഇംഗുദീഫലപിണ്യാക രചിതാൻ മധുസംപ്ലുതാൻ വയം യദന്നാഹ പിതര തദന്നാ സ്മൃതിനോദിതാ.
വസിഷ്ഠൻ ശാന്തിവാക്കുകളാൽ അവരുടെ ദുഃഖം ശമിപ്പിച്ചു. പിന്നെ അവർ ഗംഗയിൽ ചെന്ന് സ്നാനം ചെയ്തു. മനോമാലിന്യം പോക്കി അവിടെ വെച്ച് അവരെല്ലാം രാജാവിന് ജലതർപ്പണം ചെയ്തു. ഏതൊരു ഭക്ഷണമാണോ നമ്മൾ ഭുജിക്കുന്നത്, പിതൃക്കൾക്കും അത് നൽകണമെന്ന് സ്മൃതി അനുശാസിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മണാസമേതനായ രാമൻ ഇങ്കുതീഫലം, അത് താപസതരു അല്ലെങ്കിൽ ഓടൽ എന്ന ഒരു ഫലമാണ്. ആ ഇങ്കുതീഫലം തേനിൽ കുഴച്ച് ഉരുട്ടിയുണ്ടാക്കിയ പിണ്ടങ്ങൾ കൊണ്ട് തർപ്പണം ചെയ്തു. ഇതി ദുഃഖാശ്രുപൂർണാക്ഷ പുനഃസ്നാത്വാ ഗൃഹം യയൗ സർവേരുദിത്വാ സുചിരം സ്നാത്വാ ജഗ്മുസ്തദാശ്രമം. ഇങ്ങനെ ദുഃഖിതനായി രാമൻ വീണ്ടും സ്നാനം ചെയ്തിട്ട് വസതിയിലേക്ക് പോയി. എല്ലാവരും ഏറെ നേരം വിലപിച്ചതിന് ശേഷം കുളി കഴിഞ്ഞ് രാമാശ്രമത്തിലേക്ക് ചെന്നു. തസ്മിൻസ്തു ദിവസേ സർവേ ഉപവാസം പ്രചക്രിരേ തദപരേദ്യുർവിമലേ സ്നാത്വാ മന്ദാഗ്നീജലേ ഉപവിഷ്ടം സമാഗമ്യ ഭരതോ രാമമബ്രവീത് രാമ രാമ മഹാഭാഗ സ്വാത്മാനം അഭിഷേചയ രാജ്യം പാലയ പിത്രം തേ ജ്യേഷ്ഠത്വം മേ പിതാ യഥാ ക്ഷത്രിയാണാം അയം ധർമ്മോ യത് പ്രജാപരിപാലനം ഇഷ്ട്വാ യജ്ഞൈർബഹുവിധൈ പുത്രാൻ ഉൽപാദ്യതന്തവേ രാജ്യേ പുത്രം സമാരോപ്യ ഗമിഷ്യസി തതോ വനം. ഇദാനീം വനവാസസ്യ കാലോ നൈവ പ്രസീദ മേ മാതുർമേ ദുഷ്കൃതം കിഞ്ചിൽ സമർത്തും നാർഹസി പാഹിനഃ. ആ ദിവസം എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു. പിറ്റേന്ന് ഗംഗാജലത്തിൽ സ്നാനം ചെയ്ത് ഭരതൻ രാമന്റെ അരികിലേക്ക് ചെന്നു. മഹാത്മാവായ രാമ, അങ്ങയുടെ അഭിഷേകം ഉടൻ നടത്തണം. പിതാവിൽ നിന്ന് കിട്ടിയ രാജ്യം രക്ഷിക്കൂ. അങ്ങനെക്ക് ജ്യേഷ്ഠനാണ്, പിതാവുമാണ്. പ്രജാപരിപാലനമാണല്ലോ ക്ഷത്രിയരുടെ ധർമ്മം. അതുപോലെ പലതരം യാഗങ്ങൾ അനുഷ്ഠിച്ച് വംശവൃദ്ധിക്കായി പുത്രന്മാർക്ക് ജന്മം നൽകി രാജ്യാധികാരത്തിൽ പുത്രനെ അവരോധിച്ച് പിന്നെ വനവാസത്തിലേക്ക് പോയിക്കൊള്ളൂ. ഇപ്പോൾ വനവാസത്തിന് പറ്റിയ കാലമേ അല്ല. എന്നിൽ പ്രസാദിച്ചാലും എൻ്റെ അമ്മയുടെ ദുഷ്കൃതമെല്ലാം അങ്ങ് വിചാരിക്കാതെ തന്നെ ഞങ്ങളെ രക്ഷിച്ചാലും. ഇത്യുക്ത്വാ ചരണൗ ഭ്രാതു ശിരസ്യാധായ ഭക്തിദഃ രാമസ്യ പുരതഃ സാക്ഷാൽ ദണ്ഡവത് പതിതോ ഭുവി. ഇങ്ങനെ പറഞ്ഞ് സഹോദരന്റെ പാദങ്ങളിൽ തലവെച്ച് അദ്ദേഹം ദണ്ഡ നമസ്കാരം ചെയ്തു. ഉത്താഭ്യരാഘവ ശീഘ്രം ആരോപ്യ അംഗേ അതിഭക്തിദഃ ഉവാച ഭരതം രാമ സ്നേഹാർദ്രനയന ക്ഷണൈഃ. രാഘവൻ ഭരതനെ എഴുന്നേൽപ്പിച്ച് വളരെ വാത്സല്യത്തോടുകൂടി മടിയിലിരുത്തി നനവാർന്ന മിഴികളോടുകൂടി സാവധാനം പറഞ്ഞു, ശൃണുവത്സ പ്രവക്ഷ്യാമി ത്വയോക്തം യത്തഥൈവ തത് കിന്തു മാമബ്രവീത്താദോ നവവർഷാണി പഞ്ച ച ഉഷിത്വാ ദണ്ഡകാരണ്യേ പുരം വച്ചാൽ സമാവിശ ഇദാനീം ഭരതായേദം രാജ്യം ദത്തം മയാ അഖിലം തദപിത്രൈവ സുവ്യക്തം രാജ്യം ദത്തം തവൈവ ഹി ദണ്ഡകാരണ്യരാജ്യം മേ ദത്തം പിത്രാ തഥൈവ ച അത പിതൃവചകാര്യം ആവാഭ്യാം അതിയജ്ഞതഃ പിതൃവചനം ഉല്ലംഘ്യ സ്വതന്ത്രോ യസ്തു വർത്തത്തെ സജീവന്നേവ മൃതകോ ദേഹാന്തേ നിരയം പ്രചേത തസ്മാത് രാജ്യം പ്രശാദിത്വം വയം ദണ്ഡകപാലകാ. കുഞ്ഞേ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എന്തു പറഞ്ഞുവോ, പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞു 9 5 അതായത് 14 വർഷം ദണ്ഡകാരണ്യത്തിൽ വസിച്ചിട്ട് പിന്നെ പട്ടണത്തിലേക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ നാട് മുഴുവൻ ഞാൻ ഭരതന് കൊടുത്തിരിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അതിനാൽ അച്ഛൻ നിനക്ക് തന്നെയാണ് രാജ്യം തന്നതെന്ന് സ്പഷ്ടമാണ്.
അതുപോലെ അച്ഛൻ എനിക്ക് ദണ്ഡകവനമാണ് രാജ്യമായി തന്നത്. അതിനാൽ എത്ര പ്രയത്നം ചെയ്തും നാം ഇരുവരും അച്ഛൻ്റെ വാക്കുകൾ പാലിക്കണം. ഏതൊരുത്തൻ പിതാവിൻ്റെ വചനം ലംഘിച്ച് താന്തോന്നിയായി പെരുമാറുന്നുവോ അവൻ ജീവിക്കവേ തന്നെ മരിച്ചവനാണ്, മരണാനന്തരം നരകത്തിൽ പോവുകയും ചെയ്യും. അതിനാൽ നീ രാജ്യം ഭരിക്കുക, ഞാൻ ദണ്ഡകം വാണുകൊള്ളാം. ഭരതസ്ത്വബ്രവീത് രാമം കാമുകോ മൂഢദീപിതാ സ്ത്രീജിതോ ഭ്രാന്തഹൃദയ ഉന്മത്തോ യതി വക്ഷ്യതി തൽസത്യം ഇതിനഗ്രാഹ്യം ഭ്രാന്തവാക്യം യഥാസുതി. ഭരതൻ രാമനോട് പറഞ്ഞു, അച്ഛൻ കാമുകനും ബുദ്ധികെട്ടവനും സ്ത്രീജിതനും മതിഭ്രഷ്ടനും ഉന്മത്തനുമായിരുന്നു. അങ്ങനെയുള്ളയാളിൻ്റെ വാക്കുകൾ സത്യമെന്ന നിലയിൽ സ്വീകരിച്ചുകൂടാ. ബുദ്ധിയുള്ളവൻ ഭ്രാന്തന്റെ വാക്കിനെ എന്ന പോലെ ഉപേക്ഷിച്ചു കളയണം. ശ്രീരാമ ഉവാച ന സ്ത്രീജിതപിതാ ഭ്രൂയാന്ന കാമീനൈവ മൂഢതി പൂർവം പ്രതിശ്രുതം തസ്യൈ സത്യവാദീ ദദൗ ഭയാത് അസത്യാൽ ഭീതിരധികാ മഹതാം നരകാദപി കരോമീത്യഹം അപ്യേതത് സത്യം തസ്യൈ പ്രതിശ്രുതം കഥം വാക്യമഹം ഗുര്യാം അസത്യം രാഘവോ ഹിസൻ ഇത്യുദീരിതമാകർണ്യ രാമസ്യ ഭരതോ അബ്രവീത്. രാമൻ പറഞ്ഞു, അച്ഛൻ സ്ത്രീജിതനല്ല, കാമിയല്ല, മന്ദബുദ്ധിയുമല്ല. കൈകേയിയമ്മയ്ക്ക് നേരത്തെ പ്രതിജ്ഞ ചെയ്ത സത്യവാനായ അദ്ദേഹം ആ പ്രതിജ്ഞ ഭയന്ന് നൽകി. മഹാന്മാർക്ക് അസത്യഭീതി നരകഭീതിയേക്കാൾ വലുതാണ്. ഞാനും ഇങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് അദ്ദേഹത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ഞാൻ രഘുവംശത്തിൽ പിറന്നവനായിരിക്കെ എൻ്റെ വാക്ക് ഞാൻ എങ്ങനെ അസത്യമാക്കും? ഇങ്ങനെ രാമൻ പറഞ്ഞത് കേട്ട് ഭരതൻ പറഞ്ഞു, കഥൈവ ചീരവസനോ വനേ വത്സ്യാമി സുപ്രദ ചതുർദശ സമാസ്ത്വം തു രാജ്യം കുരു യഥാസുഖം. അല്ലയോ മഹാവ്രത, അതുപോലെ തന്നെ മരവുരിയെടുത്ത് 14 വർഷം ഞാനും വനവാസം ചെയ്യാം. അങ്ങ് സുഖമായി രാജ്യം ഭരിച്ചുകൊള്ളൂ. ശ്രീരാമ ഉവാച പിത്രാദത്തം തവൈവേദരാജ്യം മഹ്യം വനം ദദൗ വ്യത്യയം യദ്യഹം ഗുര്യാം അസത്യം പൂർവവത്സിതം. ശ്രീരാമൻ പറഞ്ഞു, അച്ഛനീ രാജ്യം നിനക്കാണ് തന്നത്, എനിക്ക് വനവും തന്നു. ഞാൻ അത് മറിച്ചാക്കിയാൽ സത്യഭംഗം സംഭവിക്കും. ഭരത ഉവാച അഹമപ്യാഗമിഷ്യാമി സേവേ ത്വാം ലക്ഷ്മണോ യഥാ നോ ചേത് പ്രായോപവേശേന ത്യജാം ഏതത് കളേബരം ഇത്യേവം നിശ്ചയം കൃത്വാ ദർഭാനാസ്തീര്യജാതപേ മനസാഭി വിനിശ്ചിത്യ പ്രാൺമുഖോ ഉപവിവേശസഃ. ഭരതൻ പറഞ്ഞു, എങ്കിൽ ഞാനും പോരുകയാണ്. ലക്ഷ്മണനെ പോലെ അങ്ങേ ഞാനും പരിചരിച്ചു കൊള്ളാം. അതിന് അനുവദിക്കാത്ത പക്ഷം ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ദേഹം പടിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൃഢസങ്കല്പനായ ഭരതൻ വെയിലത്ത് ദർഭ വിരിച്ച് കിഴക്കേ ദിക്കിന് അഭിമുഖമായി ഇരുന്നു. ഭരതസ്യാപി നിർബന്ധം ദൃഷ്ട്വാ രാമോ അതിവിസ്മിതഃ നേത്രാന്തസംജ്ഞാം ഗുരവേ ചകാര രഘുനന്ദനഃ. ഭരതന്റെ ഈ നിർബന്ധ ബുദ്ധി കണ്ട് രാമൻ വളരെ വിസ്മയിച്ചു. അദ്ദേഹം ഗുരുവിനോട് കടാക്ഷസംജ്ഞയാൽ നോട്ടം കൊണ്ട് ഒന്ന് അഭ്യർത്ഥിച്ചു. ഏകാന്തേ ഭരതം പ്രാഹ വസിഷ്ഠോ ജ്ഞാനിനാം വര വത്സഗുഹ്യം ശൃണശ്വേതം മമ വാക്യാൽ സുനിശ്ചിതം. ജ്ഞാനികളിൽ ശ്രേഷ്ഠനായ വസിഷ്ഠൻ ഏകാന്തതയിൽ ഭരതനോട് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ വാക്കിൽ നിന്ന് സുനിശ്ചിതമായൊരു ഗൂഢതത്വം നീ കേൾക്കണം.
രാമോ നാരായണ സാക്ഷാൽ ബ്രഹ്മണായാചിതപുരാ രാവണസ്യ വധാർത്ഥായ ജാതോ ദശരഥാത്മജഃ യോഗമായാഭിസീതേതി ജാതാ ജനകനന്ദിനി ശേഷോപി ലക്ഷ്മണോ ജാതോ രാമം അന്വേതി സർവഥാ രാവണം ഹന്തുകാമാസ്തേ ഗമിഷ്യന്തി ന സംശയഃ കയ്യേക്യാ വരദാനാദി യദ്യന്നിഷ്ഠുരഭാഷണം സർവം ദേവകൃതം നോ ചേത് ഏവം സാ ഭാഷയേത് കഥം തസ്മാത്യജാഗ്രഹം ദാത രാമസ്യ വിനിവർത്തനേ നിവർത്തസ്വ മഹാസൈന്യർ മാതൃഭിഃ സഹിതപുരം രാവണം സകുലം ഹത്വാ ശീഘ്രം ഏവാഗമിഷ്യതി. രാമൻ സാക്ഷാൽ നാരായണനാണ്. മുമ്പ് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചതനുസരിച്ച് രാവണനെ വധിക്കാൻ ദശരഥപുത്രനായി ജനിച്ചിരിക്കുകയാണ്. യോഗമായ ദേവിയാണ് ജനകപുത്രിയായ സീതയായി പിറന്നിരിക്കുന്നത്. ആദിശേഷൻ ലക്ഷ്മണനായി പിറന്നിരിക്കുന്നു. സദാ രാമനെ പിന്തുടരുന്നു. രാവണവധം ആഗ്രഹിക്കുന്ന അവർ വനത്തിൽ പോകും, സംശയമില്ല. കൈകേയിക്ക് രാജാവ് വരം നൽകിയതും നിഷ്ഠുരമായ വചനങ്ങൾ ഉണ്ടായതും എല്ലാം ദേവന്മാരുടെ പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് കൈകേയി ഇപ്രകാരം സംസാരിക്കുക? അതിനാൽ രാമന്റെ മടക്കത്തിനുള്ള ആശ വെടിയുക. വൻ പടയോടും അമ്മമാരോടുമൊത്ത് നീ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക. രാവണനെ വംശത്തോടെ ഹനിച്ച് രാമൻ എത്രയും വേഗം തിരികെ വരും. ഇതി ശ്രുത്വാ ഗുരോർവാക്യം ഭരതോ വിസ്മയാന്വിതഃ ഗത്വാ സമീപം രാമസ്യ വിസ്മയോത്ഫുല്ലലോചനഃ. ഇപ്രകാരം ഗുരു പറഞ്ഞത് കേട്ട് ഭരതൻ വിസ്മയിച്ചുപോയി. ആശ്ചര്യത്തോടുകൂടി വിടർന്ന കണ്ണുകളോടുകൂടി രാമന്റെ അരികെ ചെന്ന് പറഞ്ഞു, പാതുകേ ദേഹി രാജേന്ദ്ര രാജ്യായ തവ പൂജിതേ തയോ സേവാം കരോമ്യേവ യാവദാഗമനം തവ. അല്ലയോ രാജാവേ, രാജ്യത്തിനായി അവിടുത്തെ പൂജ്യമായ പാതുകങ്ങൾ തന്നാലും അങ്ങ് വരുന്നതുവരെ ഞാൻ ആ പാതുകങ്ങൾ വെച്ച് പൂജിച്ചു കൊള്ളാം. ഇത്യുക്ത്വാ പാതുകേ ദിവ്യേ യോജയാമാസ പാദയോഃ രാമസ്യ തേ ദദൗ രാമോ ഭരതായ അതിഭക്തിതഃ. അതിഭക്തനായ ഭരതന് വാത്സല്യത്തോടുകൂടി രാമൻ തൻ്റെ കാലിടുകളിൽ ചേർത്ത് വെച്ച ദിവ്യമായ മെതിയടികൾ നൽകി. ഗൃഹീത്വാ പാതുകേ ദിവ്യേ ഭരതോ രത്നഭൂഷിതേ രാമം പുനഃപരിക്രമ്യ പ്രണനാമ പുനഃ. ഭരതൻ ദിവ്യവും രത്നഭൂഷിതവുമായ പാതകങ്ങൾ എടുത്ത് പലവുരു രാമനെ വലം വെച്ച് വീണ്ടും വീണ്ടും വണങ്ങി. ഭരത പുനരാഹേദം ഭക്ത്യാ ഗദ്ഗദയാ ഗിരാ നവപഞ്ചസമാന്തേ തു പ്രഥമേ ദിവസേ യദി നാഗമിഷ്യസി ചേത് രാമ പ്രവിശാമി മഹാനലം ബാഡമിത്യേവ തം രാമോ ഭരതം സന്യവർത്തയത്. പിന്നെ ഭരതൻ ഗദ്ഗദമായ വാക്കോടെ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാമ, 14 വർഷം തികയുമ്പോൾ ആദ്യ ദിവസം തന്നെ അങ്ങ് വന്നു ചേരാത്ത പക്ഷം ഞാൻ കൊടും തീയിൽ ചാടി മരിക്കും. തീർച്ചയായും വരാം എന്ന് രാമൻ അനുജനോട് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. സസൈന്യ സസവിഷ്ഠശ്ച ശത്രുഘ്നസഹിതസുധീ മാതൃഭിർമന്ത്രിഭിസ്സാർദ്ധം ഗമനായോപചക്രമേ. ഭരതൻ ശത്രുഘ്നോടും വസിഷ്ഠനോടും സേനയോടും അമ്മമാരോടും കൂടി മടങ്ങിപ്പോകാൻ വട്ടം കൂട്ടി. കൈകേയീ രാമമേകാന്തേ പ്രവന്നേത്രജലാകുല പ്രാഞ്ജലിപ്രാഹ ഹേ രാമ തവ രാജ്യവിഘാതനം കൃതം മയാ ദുഷ്ടധിയാ മായാ മോഹിതഛേദസാ ക്ഷമസ്വ മമ ദൗരാത്മ്യം
ക്ഷമാസാരാഹി സാധവ. കൈകേകി മെഴുനീർ വാർത്ത് കൂപ്പ് കൈകളോടെ രാമനോട് ഇങ്ങനെ പറഞ്ഞു: മകനെ രാമ, മായയാൽ മനസ്സ് മോഹിച്ച ദുർബുദ്ധിയായ ഞാൻ കാരണമാണ് നിന്റെ രാജ്യാഭിഷേകം മുടക്കപ്പെട്ടത്. എൻ്റെ ദുരാത്മത നീ പൊറുക്കണം. സാക്ഷാത് വിഷ്ണുരവ്യക്ത പരമാത്മാ സനാതനഃ മായാമാനുഷരൂപേണ മോഹയസ്യഖിലം ജഗത് ത്വയൈവ പ്രേരിതോ ലോക കുരുതേ സാധ്വസാധുവ ത്വദധീനമിദം വിശ്വം അസ്വതന്ത്രം കരോതി കിം യഥാ കൃത്രിമനർത്തക്യോ നൃത്യന്തി കുഹകേച്ഛയാ ത്വദധീനാ തഥാ മായാനർത്തകീ ബഹുരൂപിണി ത്വയൈവ പ്രേരിതാഹം ച ദേവകാര്യം കരിഷ്യതാ പാപിഷ്ടം പാപമനസാ കർമാചരം അരിന്തമ അദ്യ പ്രതീതോസി മമ ദേവാനാം അപി അഗോചരഃ. നീ സാക്ഷാൽ സനാതനനും അവ്യക്തനും പരമാത്മാവുമായ വിഷ്ണുവാണ്. മായാമാനുഷരൂപം കൈക്കൊണ്ട് ഈ ലോകത്തെയെല്ലാം മോഹിപ്പിക്കുന്നു. നിന്റെ പ്രേരണയാലാണ് ലോകം നന്മയായാലും തിന്മയായാലും ചെയ്യുന്നത്. ഈ വിശ്വം നിനക്ക് അധീനമാണ്. അസ്വതന്ത്രമായ അത് എന്തു ചെയ്യും? നൃത്തം ചെയ്യുന്ന ബൊമ്മകൾ ഇന്ദ്രജാലക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നൃത്തം ചെയ്യുന്നത് പോലെ നിനക്കധീനയായ മായാനർത്തകി പല രൂപം പൂണ്ട് നൃത്തമാടുന്നു. ഹേ ശത്രുമദന, ദേവകാര്യം ചെയ്യാൻ ഇച്ഛിക്കുന്ന നിന്നാൽ പ്രേരിതയായാണ് ഞാനും പാപമനസ്സാൽ മഹാപാപകർമ്മം ചെയ്തത്. ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയാത്തവനാണ് നീ എന്ന് ഇന്ന് എനിക്ക് അറിയാറായി. പാഹി വിശ്വേശ്വരാനന്ദ ജഗന്നാഥ നമോസ്തുതേ ചിന്തി സ്നേഹമയം പാശം പുത്രവിത്താദിഗോചരം ത്വജ്ഞാന അനലഖഡ്ഗേന ത്വാമഹം ശരണം ഗതാ കയ്യേജ്ഞാവചനം ശ്രുത്വാ രാമ സസ്മിതമബ്രവീത്. വിശ്വേശ്വരനായ അനന്ത, എന്നെ രക്ഷിച്ചാലും. ലോകനാഥ, നിനക്ക് നമസ്കാരം. നിന്റെ ജ്ഞാനാഗ്നിയായ വാളിനാൽ പുത്രവിത്താദിയിൽ എനിക്കുള്ള സ്നേഹമാകുന്ന കയർ മുറിച്ചു കളയണമേ. നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കൈകേയിയുടെ വാക്കുകൾ കേട്ട് രാമൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു: യഥാഹമാം മഹാഭാഗേ നാതൃതം സത്യമേവ തത്ത് മയൈവ പ്രേരിതാ വാണി തവ വക്ത്രാദ്വിനിർഗതാ ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം അത്ര ദോഷകുതസ്തവ ഗച്ഛത്വം ഹൃദി മാം നിത്യം ഭാവയന്തി ദിവാനിശം സർവത്ര വിഗതസ്നേഹ മദ്ഭക്ത്യാ മോക്ഷ്യസേ അചിരാത് അഹം സർവത്ര സമദൃക് ദേഷ്യോ വാ പ്രിയ ഏവ വാ നാസ്തി മേ കൽപകസേവ്യ ഭജതോ അനുഭജാമ്യഹം. അല്ലയോ മഹാഭാഗേ, എന്നോട് പറഞ്ഞതേതോ അത് കള്ളമല്ല, സത്യം തന്നെയാണ്. എന്നാൽ പ്രേരിതമായി തന്നെയാണ് ദേവന്മാരുടെ കാര്യസിദ്ധിക്കായി വാഗ്ദേവി അവിടുത്തെ നാവിൽ വിളയാടി ഇപ്രകാരമെല്ലാം പറയിച്ചത്. അതുകൊണ്ട് അവിടേക്ക് ഒരു ദോഷവുമില്ല. പോയാലും രാപ്പകൽ എന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാറ്റിലുമുള്ള മമതയെ നീക്കി എന്നിൽ പുലർത്തുന്ന ഭക്തി മൂലം താമസമെന്നെ മോക്ഷം നേടാം. ഞാൻ എല്ലായിടത്തും സമദൃഷ്ടിയാണ്. എനിക്ക് പ്രിയനോ അപ്രിയനോ ഇല്ല. എന്നെ ഭജിക്കുന്നവരെ ഞാനും ഭജിക്കുന്നു. മന്മായാമോഹിതധിയോ മാം അംബ മനുജാകൃതിം സുഖദുഃഖാദ്യനുഗതം ജാനന്തി നതു തത്വതഃ ദൃഷ്ട്യാ മദ്ഗോചരം ജ്ഞാനം ഉൽപ്പന്നം തേ ഭയാപഹം സ്മരന്തി തിഷ്ടഭവനേ ലിപ്യസേ ന ച കർമ്മഭി ഇത്യുക്താ സാ പരിക്രമ്യ രാമം
സാ ആനന്ദവിസ്മയാ പ്രണമ്യ ശതശോ ഭൂമൗ യയൗ ഗേഹം മുദാന്വിതാ. അമ്മേ, എൻ്റെ മായയിൽ ബുദ്ധിമോഹിച്ച ആളുകൾ എന്നെ സുഖദുഃഖാദിക്ക് വിധേയനായ മനുഷ്യനാണെന്നാണ് കരുതുക. തത്വം അതല്ല. ഭാഗ്യത്താൽ സംസാരനാശകരവും എന്നെ വെളിപ്പെടുത്തി തരുന്നതുമായ ജ്ഞാനം അമ്മയ്ക്ക് കൈവന്നിരിക്കുന്നു. എന്നെ ഓർമ്മിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുക. അപ്പോൾ കർമ്മബന്ധത്തിൽ നിന്നും വേർപെടാൻ സാധിക്കും. രാമൻ്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യാനന്ദങ്ങളോടെ രാമനെ വലം വെച്ച് നിലത്ത് വീണു വണങ്ങി സസന്തോഷം ആ അമ്മ മടക്കയാത്രയായി. ഭരതസ്തു സഹ മാത്യൈർഭ്രാതൃഭിർഗുരുണാ സഹ അയോധ്യാമഗമശീഘ്രം രാമമേവാനുചിന്തയൻ പൗരജാന്നപദാൻ സർവാൻ അയോധ്യായാമുദാരഥി സ്ഥാപയിത്വാ യഥാന്യായം നന്ദിഗ്രാമം യയൗ സ്വയം തത്ര സിംഹാസനേ നിത്യം പാദുകേ സ്ഥാപ്യ ഭക്തിതഃ പൂജയിത്വാ യഥാ രാമം ഗന്ധപുഷ്പാക്ഷതാദിഭിः രാജോപചാരൈർ അഖിലൈ പ്രത്യഹം നിയതവ്രത ഫലമൂലാശനോദാന്തോ ജഡാവൽക്കലധാരകഃ അദശായി ബ്രഹ്മചാരി ശത്രുഘ്നസഹിതസ്തദാ രാജകാര്യാണി സർവാണി യാവന്തി പൃഥിവീതലേ താനി പാദുകയോ സമ്യക് നിവേദയതി രാഘവഃ. ഭരതൻ രാമനെ സദാ നനച്ചുകൊണ്ട് മന്ത്രിമാരും സോദരരോടും ഗുരുക്കന്മാരോടുമൊപ്പം വേഗം അയോധ്യയിലേക്ക് പോയി. എല്ലാ പൗരന്മാരെയും ബഹുജനങ്ങളെയും അയോധ്യയിൽ യഥോചിതം പാർപ്പിച്ചിട്ട് സ്വയം നന്ദിഗ്രാമത്തിൽ പോയി പാർത്തു. അവിടെ സിംഹാസനത്തിൽ പാദകങ്ങൾ വെച്ച് ഭക്തിപൂർവം എന്നും രാമനെ എന്ന പോലെ ചന്ദനം, പുഷ്പം, ഉണക്കലരി എന്നിവയാൽ രാജോപചാരങ്ങളാലും ദിനംതോറും നിശ്ചിതമായ വ്രതനിഷ്ഠയോടെ ശത്രുഘ്നോടൊത്ത് പൂജിക്കുകയും ജഡാധാരിയായി മരവുരിയുടുത്ത് പഴങ്ങളും കിഴങ്ങും ഭക്ഷിച്ച് സംയമത്തോടെ ബ്രഹ്മചര്യവ്രതത്തോടെ നിലത്ത് കിടന്നുറങ്ങി. നാട്ടിൽ ഏതേത് രാജ്യകാര്യങ്ങളുണ്ടോ അവയെല്ലാം പാതുക സമീപം യഥോചിതം ചെന്ന് സമർപ്പിച്ചറിയിച്ചു. ഗണയൻ ദിവസാനേവ രാമാഗമനകാംക്ഷയാ സ്ഥിതോ രാമാർപ്പിതമനാ സാക്ഷാത് ബ്രഹ്മമുനിർയഥാ. ഒരു ബ്രഹ്മർഷിയെപ്പോലെ ഭരതൻ രാമന്റെ വരവിൽ ആകാംക്ഷയോടുകൂടി രാമനിൽ മനസ്സർപ്പിച്ച് ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിഞ്ഞു. രാമസ്തു ചിത്രകൂടാദ്രൗ വസൻ മുനിഭിരാവൃത സീതയാ ലക്ഷ്മണേനാപി കിഞ്ചിത് കാലമുപാവസത് നാഗരാശ്ച സദാ യാന്തി രാമദർശനലാലസ ചിത്രകൂടസ്ഥിതം ജ്ഞാത്വാ സീതയാ ലക്ഷ്മണേന ച ദൃഷ്ട്വാ തജ്ജനസംബാധം രാമസ്ത്യത്യായതം ഗിരിം ദണ്ഡകാരണ്യഗമനേ കാര്യമ്യപ്യനുചിന്തയൻ. മുനിമാരാൽ ചുറ്റപ്പെട്ട് ചിത്രകൂടാദ്രിയിൽ കഴിയുന്ന രാമൻ സീതയും ലക്ഷ്മണനുമൊത്ത് അല്പനാൾ കൂടെ അവിടെ തങ്ങി. സീതയും ലക്ഷ്മണനുമൊത്ത് രാമൻ ചിത്രകൂടത്തിൽ വസിക്കുന്നതറിഞ്ഞ് രാമനെ കാണാൻ കൊതിപൂണ്ട നഗരവാസികൾ നിരന്തരം അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. ആ ആൾക്കൂട്ടം കണ്ടും ദണ്ഡകാരണ്യത്തിൽ പോകേണ്ട കാര്യമോർത്തും രാമൻ ആ പർവ്വതം ഉപേക്ഷിച്ച് പോയി. അന്വഗാത് സീതയാ ഭ്രാത്ര അത്രേരാശ്രമമുത്തമം സർവത്ര സുഖസംവാസം ജനസമ്പാദവർജിതം ഗത്വാ മുനി ഉപാസീനം ഭാസയന്തം തപോവനം ദണ്ഡവത് പ്രണിപത്യാഹ രാമോഹം അഭിവാദയേ. അനുജനോടും സീതയോടുമൊത്ത് ആൾത്തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലം, ഉത്തമമായ സ്ഥലം തിരക്കി നടക്കുമ്പോൾ അത്രി മുനിയുടെ ആശ്രമത്തിലെത്തി. തപോവനത്തിൽ ചെന്ന് മുനിയുടെ അരികെ ചെന്ന് ദണ്ഡനമസ്കാരം ചെയ്ത് പറഞ്ഞു, ഞാൻ രാമനാണ്, ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡഗാനനമാഗതഃ
വനവാസമിഷേണാവി ധന്യോഹം ദർശനാത്തവ. പിതൃകൽപ്പന അനുസരിച്ചാണ് ഞാൻ ദണ്ഡകവനത്തിലേക്ക് വന്നത്. വനവാസം എന്ന പേരിലായാലും അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ധന്യനായി. ശ്രുത്വാ രാമസ്യ വചനം രാമം ജ്ഞാത്വാ ഹരിം പരം പൂജയാമാസ വിധിവദ്ഭക്ത്യാ പരമയാ മുനി. രാമന്റെ വാക്കുകൾ കേട്ട് പരമപുരുഷനായ ഹരി എന്നറിഞ്ഞ് മുനി തികഞ്ഞ ഭക്തിയോടെ യഥാവിധി രാമനെ പൂജിച്ചു. വന്യൈ ഫലൈ കൃതാർത്ഥിഥ്യം ഉപവിഷ്ടം രഘൂത്തമം സീതാം ച ലക്ഷ്മണം ചൈവ സന്തുഷ്ടോ വാക്യം അബ്രവീത്. ഫലമൂലാദികളെല്ലാം നൽകി സ്വീകരിച്ച രാമനോട് സംപ്രീതനായ മുനി പറഞ്ഞു: ഭാര്യാമേ അതീവ സമൃദ്ധാഹ്യനയോ സൂയേതി വിശ്രുത തപശ്ചരന്തി സുചിരം ധർമ്മജ്ഞാ ധർമ്മവത്സല അന്തസ്തിഷ്ഠതി താം സീതാ പശ്യത്കരിനിഷൂതന തദേതി ജാനകീം പ്രാഹ രാമോ രാജീവലോചനഃ ഗച്ഛ ദേവീം നമസ്കൃത്യ ശീഘ്രമേഹി പുനഃശുഭേ തദേതി രാമവചനം സീതാജാപി തഥാകരോത്. എൻ്റെ ധർമ്മവരതയായ ധർമ്മപത്നി അനസൂയ വളരെ വൃദ്ധയായിരിക്കുകയാണ്. ആശ്രമത്തിനകത്തുണ്ട്. അല്ലയോ രാമ, സീത അവരുടെ അടുത്തേക്ക് പോകട്ടെ. അങ്ങനെ തന്നെ എന്ന് ശ്രീരാമൻ ജാനകിയോട് അരുളി ചെയ്തു. ശുഭേ, ചെന്നിട്ട് ദേവിയെ വന്നിച്ച് വേഗം മടങ്ങി വരൂ. അങ്ങനെയെന്ന് ചൊല്ലി സീതയും രാമവചനപ്രകാരം അനസൂയയെ കാണാൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. ദണ്ഡവത് പതിതാം അഗ്രേ സീതാം ദൃഷ്ട്വാതിഹൃഷ്ടധി അനസൂയ സമാങ്കല്യ വത്സേ സീതേതി സാദരം ദിവ്യേ ദദൗ കുണ്ടലേ ദ്വേ നിർമ്മിതേ വിശ്വകർമ്മണ ദുകൂലേ ദ്വേ ദദൗ തസ്യൈ നിർമ്മലേ ഭക്തി സംയുത അംഗരാഗം ച സീതായൈ ദദൗ ദിവ്യം ശുഭാനന നത്യക്ഷതേ അംഗരാഗേണ ശോഭാത്വം കമലാനനേ പാതിവ്രത്യം പുരസ്കൃത്യ രാമം അന്വേഹി ജാനകി കുശലീ രാഘവോ യാതു ത്വയാ സഖ പുനർഗൃഹം ഭോജയിത്വാ യഥാന്യായം രാമം സീതാസമന്വിതം ലക്ഷ്മണം ച തഥാ രാമം പുനഃ പ്രാഹകൃതാഞ്ജലി. തൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന സീതയെ കണ്ട് മനം കുളിർത്ത അനസൂയ കുഞ്ഞേ സീതേ എന്ന് വിളിച്ച് പ്രീതിയോടെ പുൽകിയിട്ട് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട 2 ദിവ്യ കുണ്ടലങ്ങൾ നൽകി. പരിശുദ്ധമായ 2 പട്ടുവസ്ത്രങ്ങളും സ്നേഹത്തോടുകൂടി സമ്മാനിച്ചു. പ്രസന്നമുഖിയായ അനസൂയ ദിവ്യമായ അംഗരാഗവും സീതയ്ക്ക് ദാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു: ഈ അംഗരാഗത്താൽ അഴക് നിനക്ക് വിട്ടകലുകയേയില്ല. ജാനകി, പാതിവൃത്യം മുൻനിർത്തി രാമനെ അനുഗമിക്കുക. രാഘവൻ സസന്തോഷം നിന്നോടൊത്ത് യഥാകാലം കൊട്ടാരത്തിലേക്ക് മടങ്ങട്ടെ. അവർക്ക് യഥോചിതം ഭക്ഷണമെല്ലാം നൽകി അത്രി മഹർഷി കൈകൂപ്പി രാമനോട് പറഞ്ഞു: രാമത്വമേവ ഭുവനാനി വിധായ തേഷാം സംരക്ഷണായ സുരമാനുഷതിര്യഗാദീൻ ദേഹാൻ വിഭർഷിനജ ദേഹ ഗുണൈർവിലിപ്ത ത്വത്വോ ബിഭേത്യഖിലമോഹകരീചമായ. അലയോ രാമ, നീ തന്നെയാണ് ലോകങ്ങളെല്ലാം ചമച്ച് അവയുടെ സംരക്ഷണത്തിന് ദേവന്മാരുടെയും മനുഷ്യരുടെയും തിര്യക്കുകളുടെയും മറ്റും ദേഹങ്ങൾ കൈക്കൊള്ളുന്നത്. നീ ദേഹഗുണങ്ങളാൽ ലിപ്തനുമല്ല. എല്ലാറ്റിനെയും മോഹിപ്പിക്കുന്ന മായയും നിന്നെ ഭയപ്പെടുന്നു. ഓം ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ 9 സർഗഃ സമാപ്തമിദം അയോധ്യാകാണ്ഡം.
രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.